മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. നമ്മുടെ കേരളത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പായിട്ടുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്, ആ തട്ടിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നു, ഹൈറിച്ചിൻ്റെ തട്ടിപ്പിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത. ഹൈറിച്ചിനെതിരായിട്ടുള്ള കുറ്റപത്രം ED കോടതിയിൽ സമർപ്പിച്ച ഒരു വാർത്ത. ഏകദേശം 11,000 സംതിങ് പേജുകളുള്ള ഒരു വലിയ കുറ്റപത്രമാണ് ഹൈറിച്ചിനെതിരെ ED സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഹൈറിച്ചുകാർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നൊരു കാര്യം ഹൈറിച്ച് ജെനുവിനാണ് എന്നാണ്. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെ കണ്ട് പലതും ലോകത്തുള്ള കമ്പനികൾ പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഹൈറിച്ചുകാർ ഇതിനെപ്പറ്റി പറഞ്ഞു നടന്നിരുന്നത്. നമ്മളെ കമ്പനി ഇല്ലീഗലായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ കമ്പനി ഒരുപാട് ജനങ്ങളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയിട്ടേ ഉള്ളൂ, മറ്റൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഹൈറിച്ചുകാർ പറഞ്ഞു നടന്നത്. എന്നാൽ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഹൈറിച്ച് നടത്തിയിരുന്നത് ഒരു പോൺസി സ്കീമായിരുന്നു എന്നുള്ളത് ഓൾറെഡി സെഷൻസ് കോർട്ടിൽ നിന്നുള്ള വിധിയുണ്ട്. സ്ഥായിയായിട്ടുള്ളൊരു ബിസിനസ്സും ഹൈറിച്ചിലില്ലായിരുന്നു. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സും ഹൈറിച്ചിലില്ലായിരുന്നു. ജനങ്ങളുടെ പണം വാങ്ങിക്കുക, ആ പണം മറ്റുള്ളവരിലേക്ക് വീതം വെക്കുക, അടുത്ത ഇരയെ കണ്ടെത്തുക, അവരിൽ നിന്നും പണം വാങ്ങുക, അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കറക്ക് കമ്പനി മാത്രമായിരുന്നു ഹൈറിച്ച് എന്നാണ് സെഷൻസ് കോടതിയുടെ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈറിച്ച് തിരിച്ചു കൊണ്ടുവരും. ഹൈറിച്ച് ജെനുവിൻ കമ്പനിയാണ് എന്ന് വാദിക്കുന്ന അതിൻ്റെ അണിയറ ശില്പികൾ ഹൈക്കോർട്ട് വരെയൊക്കെ പോയി ഇപ്പോഴും അതിൻ്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്തോ ആവട്ടെ, ED ഇന്നലെ അവതരിപ്പിച്ച കുറ്റപത്രത്തെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കാം. 11,000-ൽ പരം പേജുകളുള്ള ഒരു വലിയ കുറ്റപത്രം ഹൈറിച്ചിനെതിരെ ED കോടതിയിൽ സമർപ്പിച്ചു. അതിൽ ഏകദേശം 37 ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ജനങ്ങളെ പരിചയപ്പെടുത്തുന്ന, അതിൽ നിന്നും വലിയ വരുമാനം ഉണ്ടാക്കിയെടുത്തുള്ള ആളുകളാണ് ലീഡേഴ്സ്. അവരുടെ പേരുകളും വ്യക്തമായിട്ട് ED പുറത്തു വിട്ടിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് പേരുടെ ആ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുണ്ടാക്കിയ ഏണിങ്ങുകൾ എത്രയാണ്. ഹൈറിച്ച് എന്ന ഈ ഒരു പോൺസി സ്കീമിലൂടെ അവരുണ്ടാക്കിയിട്ടുള്ള ഏണിങ്ങുകൾ എത്രയാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കുറേ കാലങ്ങളായിട്ട് ചർച്ച ചെയ്തതാണ്. എന്തായാലും ബഡ്സ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്ന ഹൈറിച്ചിൻ്റെ നിലവിലെ കേസ് അതെന്തായാലും വിധിയായിട്ടില്ല. അത് വിധിയാവാൻ വരുന്നതേ ഉള്ളൂ. കേരളത്തിൽ പോൺസി സ്കീമുകൾ ഇതിനു മുമ്പേയും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പണം പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഓപ്പറേഷൻ കുബേര പോലുള്ള ഓപ്പറേഷനുകളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത്തരം ബ്ലേഡ് കമ്പനികളെ അല്ലെങ്കിൽ കറക്ക് കമ്പനികളെ ഒക്കെ ഒരു സമയത്ത് സർക്കാർ ഇടപെട്ട് ഇതിനൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഭാഗത്ത് നിലച്ചപ്പോൾ ഇപ്പുറത്ത് വീണ്ടും ഈ പോൺസി സ്കീമുകൾ ഉയർന്നു പോയി. അങ്ങനെ ഉയർന്നു വന്ന ഒന്നാണ് ഹൈറിച്ച് എന്നുള്ള മണി ചെയിൻ. സ്വാഭാവികമായിട്ടും ഇത്തരം പോൺസി സ്കീമുകൾ കുറച്ചു കാലം പ്രവർത്തിച്ച് അവരുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ മുങ്ങുന്നു. ഇരകൾ കുറച്ച് സമയം ഈ പണം തിരിച്ചു ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആർപ്പുവിളികൾ നടത്തുന്നു. അതിനുശേഷം അവർ നിശബ്ദരാകുന്നു. സ്കാം ചെയ്തെടുത്ത ഫണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഫണ്ട് കൊണ്ട് ഈ തട്ടിപ്പുകാർ സുഖമായി ജീവിക്കുന്നു. ഇര അതെല്ലാം മറന്ന് നിയമ നടപടികളില്ല, കുറച്ച് പേര് മാത്രം അറിയുന്നൊരു സംഭവമായി ഇത് പര്യവസാനിക്കുന്നു. ഇതാണ് കേരളത്തിൽ ഇത്രയും കാലം നടന്നിരുന്ന സ്കാമുകൾ.
എന്നാൽ ബഡ്സ് വന്നതിന് ശേഷം അതിൽ ചില മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈറിച്ച് നടത്തിയതൊരു സമാനതകളില്ലാത്ത തട്ടിപ്പാണ്. മറ്റുള്ള തട്ടിപ്പുകളൊക്കെ കുറച്ച് പേരിലേക്ക് മാത്രമേ എത്താറുണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഹൈറിച്ചിൻ്റെ വിഷയത്തിൽ ഹൈറിച്ച് കുറച്ച് വർഷക്കാലം കൊണ്ട് വളരെ നല്ല രീതിയിൽ പടർന്നു പന്തലിച്ച ഒരു പോൺസി സ്കീമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒട്ടുവിട്ട 3000-ഓളം ലീഡേഴ്സുള്ള അതിൻ്റെ 10, 15, 20 ഇരട്ടി അംഗങ്ങളുള്ള ഒരു ബൃഹത്തായിട്ടുള്ള തട്ടിപ്പായിരുന്നു ഹൈറിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഹൈറിച്ച് നടത്തിയിട്ടുള്ള സ്കാം സമാനതകളില്ലാത്തതാണ്, വലിയ ജനശ്രദ്ധ നേടിയതാണ്. അതുകൊണ്ട് തന്നെ ഹൈറിച്ചിന് സംഭവിച്ച അല്ലെങ്കിൽ ഹൈറിച്ചിന് പിന്നീട് വന്നിട്ടുള്ള ഹൈറിച്ച് തട്ടിപ്പാണെന്ന് പിന്നീട് മനസ്സിലാക്കിയപ്പോൾ വലിയ ജനരോഷമാണ് ഹൈറിച്ചിൻ്റെ വിഷയത്തിലുണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇരകൾ ഒരുപാട് മുന്നോട്ട് വന്നതും മറ്റുള്ള സ്കാം വിഷയങ്ങളിൽ ഇരകൾ മുന്നോട്ട് വരാറില്ല. പക്ഷേ ഹൈറിച്ച് നടത്തിയ സ്കാം വലിയൊരു സ്കാം ആയതുകൊണ്ട്, ഇരകളുടെ നഷ്ടം വലിയതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഇരകൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഹൈറിച്ച് വിഷയത്തിൽ നിശബ്ദരായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് തിരിച്ചു വരുമെന്ന് ലീഡർമാർ പറഞ്ഞത് പ്രകാരം അത് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങളുടെ പണം തിരികെ കിട്ടുക എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കോടതി തന്നെ അല്ലെങ്കിൽ ഇഡിയുടെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഓരോ ഇരകൾക്കും കോടതിയെ സമീപിക്കാവുന്നതാണ്, അവരുടെ പണം തിരികെ കിട്ടാനുള്ള നടപടികൾ അവർക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന് ഇഡി വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇഡി അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ നമുക്കൊക്കെ അല്ലെങ്കിൽ ഇതിലെ ഇരകൾക്ക് നിർബന്ധമായിട്ടും നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ പണം എത്ര ചെറുതായാലും അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നറിയിക്കുന്നു. എന്തൊക്കെയായാലും ഹൈറിച്ച് എന്നുള്ള സമാനതകളില്ലാത്ത തട്ടിപ്പ് നടത്തി ഒരുപാട് ആളുകളെ വഴിയാധാരമാക്കിയ, ഒരുപാട് ആളുകളുടെ ജീവിതം കഷ്ടത്തിലാക്കിയ ഈ ഒരു തട്ടിപ്പിലൂടെ ഒരുപാട് ആളുകൾ ഉയർച്ച ഉണ്ടാക്കിയ, ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവർക്ക് കാറുണ്ടാവും, വീടുണ്ടാവും, സൗഭാഗ്യങ്ങളുണ്ടാവും, ജീവിതം മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ എടുത്തു കൊണ്ടുപോയി വലിയ ആളുകളായിട്ടുള്ള ആളുകൾ, അവരാണ് ഞാൻ സമ്പാദ്യം ഉണ്ടാക്കിയവർ എന്ന് പറയുന്നത്. അവരെന്തായാലും വരും ദിവസങ്ങളിൽ ഈ പോൺസി സ്കീമിൽ നിന്നും പണം സമ്പാദിച്ചതിൻ്റെ കയ്പുനീർ നുണയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് 37 ലീഡേഴ്സിനാണ് കുറ്റപത്രം വന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ലീഡേഴ്സിലേക്ക് ഈ കുറ്റപത്രം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുക, ടാർജറ്റ് ഒത്തുകഴിഞ്ഞാൽ ഇത് പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുങ്ങുക അല്ലെങ്കിൽ തടി തപ്പുക എന്നൊക്കെയുള്ള ഒരു പ്രവണതയായിരുന്നല്ലോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല എന്നുള്ളത് ഓരോ ലീഡേഴ്സിനും മനസ്സിലായി കാണും. ഇതൊരു പാഠമാണ്. ഇത്തരം പോൺസി സ്കീമുകൾ നടത്തി ആളുകളെ പറഞ്ഞു പറ്റിച്ച് അനധികൃത നിക്ഷേപങ്ങൾ സ്വീകരിച്ച് പാവങ്ങളെ പറ്റിക്കുന്ന ഇത്തരം പരിപാടികൾ നടത്തുന്നവർക്കെല്ലാം ഇതൊരു പാഠമാണ്. ഇനി ഇവരൊക്കെ കാത്തിരിക്കുന്നത് വലിയ നിയമ കുരുക്കുകളാണ്. ഇത്തരം വിഷയങ്ങളിൽ ഏൺ ചെയ്തവർക്ക്, സമ്പാദിച്ചവർക്ക് സെയിൽസ് ടാക്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുന്ന പ്രശ്നമുണ്ടാവും, അവരുടെ സമ്പാദ്യങ്ങൾ ഓരോന്നും പ്രോപ്പർട്ടീസ് അടക്കം മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നൊരു വിഷയമുണ്ടാവും. ഇതൊക്കെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് മാത്രം ഇത്തരം സ്കാമുകൾ ചെയ്യാൻ നിൽക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ കേസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്, വരാനുണ്ട്. ഇഡിയുടെ കുറ്റപത്രം സമർപ്പിച്ചത് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും ലേറ്റസ്റ്റ്. ഇനി ഇതിൽ കോടതിയുടെ വിധി വരേണ്ടതുണ്ട്. ബഡ്സ് ആക്ട് പ്രകാരമാണോ ഈ വിഷയത്തിൽ കോടതി വിധി പറയുക
അതല്ല ബഡ്സിൽ നിന്നും ഒഴിവാക്കി വെറും ഒരു PMLA കേസ് മാത്രമായിരിക്കുമോ അല്ലെങ്കിൽ 420 ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് വിക്ടിംസിന് പണം തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും നിസ്സംഗത നടിച്ച് അവരവരുടെ പണം നഷ്ടപ്പെടുത്തി കളയാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാവാം. അല്ലാത്തവർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോയി ഈ തട്ടിപ്പിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിയമപോരാട്ടം നടത്തിക്കൊണ്ട് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.